ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് മീൻ കിട്ടാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇത് ചോറിനായാലും ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. മീൻ കറിയുടെ അതേ ടേസ്റ്റുള്ള ഒരു കറിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു തക്കാളി അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 7-8 കുരുമുളകിൻ്റെ മണി, അതുപോലെ ഒരു സവാളയുടെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഒരു ഉരുള പുളി എടുത്തിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ മുളകൊക്കെ നന്നായിട്ട് ചേർക്കട്ടോ. നിങ്ങൾക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മുറിക്കണ്ട കേട്ടോ, അങ്ങനെ നീളത്തിൽ അങ്ങോട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. കുറച്ച് കട്ടിയിലൊന്ന് മുറിച്ചെടുത്താൽ മതി. അതും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു സമയം കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്ന് നിങ്ങളൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറിയെല്ലാം കൂടെ ഒന്നായിട്ട് അങ്ങോട്ട് കുഴഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഉടയാണ്ട് പാകത്തിന് വേവാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ വെക്കുന്ന ചട്ടി തന്നെ എടുക്കുക. അപ്പോൾ മീനിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ എന്തായാലും കിട്ടും. ഒന്നുകൂടെ അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യട്ടെ. തീ ഓഫ് ചെയ്താലും മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടെ അതിൽ കിടന്നിട്ട് തന്നെ തിളച്ചിട്ട് നന്നായിട്ട് നല്ല പാകമായിട്ട് കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഉരുളക്കിഴങ്ങാണെന്നുള്ളതൊന്നല്ല, മീനിൻ്റെ ആ ഒരു മീൻകറിയുടെ ആ ഒരു ടേസ്റ്റിനെ നിങ്ങൾക്ക് കിട്ടും. ഇനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് ഉണ്ടാക്കിയ ഉടനെ കഴിക്കണേക്കാളും ടേസ്റ്റ് കുറച്ച് സമയം ചട്ടിയിലൊന്ന് വെച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ശരിക്കും നമുക്ക് മീനൊക്കെ വറ്റിച്ച ആ ഒരു സ്മെല്ലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടും തീർച്ചയാണ്. അപ്പോൾ നിങ്ങൾ രാവിലേക്കോ വൈകുന്നേരത്തിനോ ഉച്ചക്കോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനി കാണാൻ ഇഷ്ടമുള്ള റെസിപ്പീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.